രാവിലെ എഴുന്നേറ്റ് ഈ അടുക്കള പണിയെടുക്കാനൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടാട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. മടുക്കുന്നു ഞാൻ. ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ജോലി എടുക്കാൻ. ജോലി എടുക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. അതിപ്പോൾ എന്നാ ചെയ്യണ്ടേ? അതെ, നമുക്ക് ഒരാളെ സഹായത്തിന് നിർത്തിയാൽ ഈ അടുക്കള പണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. സഹായത്തിനോ? നിനക്ക് എത്ര ശമ്പളമുണ്ട്? എനിക്കോ? അതിന് ഞാൻ എവിടെ ജോലിക്ക് പോകണം? എനിക്ക് ശമ്പളം അത്ര ഉണ്ടെന്ന് ചോദിക്കായിരുന്നു. എനിക്ക് ജോലിയൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പോൾ എനിക്ക് എത്ര ശമ്പളമുണ്ട്? അയ്യാ, എനിക്ക് ശമ്പളം എന്ത് ശമ്പളമാണ് കിട്ടുന്നത്? പിന്നെ ഒരാളെ ജോലിക്ക് നിർത്തിയാൽ നമ്മൾ പിന്നെ അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ? നമുക്ക് ജോലിക്ക് നിർത്തുന്നയാൾക്ക് ശമ്പളമോ? അങ്ങനെ വെറുതെ ഒന്ന് ജോലി ചെയ്യോ? വെറുതെ ചെയ്യല. അത് പിന്നെ നമുക്ക് നമ്മളെ സഹായിക്കാനല്ലേ നമ്മൾ. അതെ, ഒരു സഹായത്തിനല്ലേ. അന്നേരം പിന്നെ വലിയ ശമ്പളമൊന്നും കൊടുക്കേണ്ടി വരില്ല. ഈ അടുക്കളയിൽ ഇങ്ങനെയുള്ള പണി രാവിലെ എന്തെങ്കിലും ഇച്ചിരി കാപ്പിക്ക് ഉണ്ടാക്കുക, പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു ചോറ് 2 കൂട്ടം കറി ഉണ്ടാക്കുക, പിന്നെ 4 മണിക്ക് ഒരു ചായ എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കും. വൈകുന്നേരത്തേനുള്ള ഒരു 5-6 ചപ്പാത്തി ഉണ്ടാക്കി അതിനൊരു കറി ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ പോട്ടെ, അത്രയല്ലേ ഉള്ളൂ. അതിന് വലിയ ശമ്പളമൊന്നും വരികയല്ലോ. നമുക്ക് ഭക്ഷണം ഒരു ദിവസത്തെ ഉള്ളു കൊടുക്കണം. പിന്നെ നമ്മളെ സഹായത്തിനാ വരുന്നേ, അല്ലാതെ നമ്മള് ജോലിക്കല്ല, ജോലിക്കാരിയായിട്ട് കാണണ്ട. അതിനെ നമ്മളെ സഹായിക്കാൻ വരുന്ന ഒരാളാണ്. അതിനൊരു കാര്യം ചെയ്താൽ മതി, നിന്റെ വല്യമ്മയുടെ മകളെ കൊണ്ട് നിർത്ത്. വല്യമ്മയുടെ മോളെയോ? വല്യമ്മയുടെ മോളെ? എനിക്ക് വല്യമ്മയില്ലല്ലോ. ഇല്ലേ? എന്നാ വല്യപ്പൻ്റെ കൊണ്ട് നിർത്ത്. കാര്യം പറയുമ്പോ നിങ്ങളെന്തിനാ ഇങ്ങനെ പറയുന്നേ? ഞാൻ എനിക്ക് പറ്റുന്നില്ല. ഞാനിത് ഇവിടെ ഇട്ടിട്ട് പോകട്ടോ. എന്നാ ഇട്ടേച്ച് പോകും. അതെ, പിന്നെ ഒരു മാർഗം, ഒറ്റ മാർഗമുള്ളൂ. ഞാനിപ്പം തൽക്കാലം ഒരു വേറെ പെണ്ണ് കിട്ടേണ്ടി വരും. അത് എങ്ങനെയുണ്ട്? നീ ഒഴിവായി പോയാൽ മതി. അടുക്കള പണിക്ക് തന്നെ, അടുക്കള പണിക്ക് തന്നെ നീ ഒഴിവായി പോകണം. അടുക്കള നീ കാണണല്ലോ, ഈ വീട്ടിൽ പോലും കാണല്ലോ നീ. പിന്നെ ഇപ്പം തൽക്കാലം ഫ്രീ ആയിട്ട് ഇത് വേണമെങ്കിൽ അങ്ങനെ നടക്കുള്ളൂ. അത് നടക്കുകയല്ല. അപ്പം അത് കൊള്ളാമല്ലോ. അപ്പോൾ പൈസയൊക്കെ മുടക്കണം ഞാനല്ലേ. സ്ഥലം കിടക്കണ എൻ്റെ പേരിലാണ്. വീട് നിൻ്റെ അത് സംഭവിച്ചു, അതിന് കുഴപ്പമൊന്നുമില്ല. നീ എൻ്റെ ഭാര്യയല്ലേ. അപ്പോൾ എന്നാ ചെയ്യണ്ടേ ഇപ്പം? ഇനിയിപ്പം തൽക്കാലം ഒരു കാര്യം ചെയ്യേ, ഇങ്ങനെ അങ്ങ് പോട്ടെ, അതാ നല്ലത് നിനക്ക്. ഞാൻ ഈ അടുക്കളയിൽ കിടന്ന് തന്നെ നരയ്ക്കുന്നതാണ്. മാർഗം ഇല്ല.